എല്ലാവർക്കും ടെക്ലൈ മലത്തിലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 230 ആ റേഞ്ചിലുള്ള സ്മാർട്ട് ഫോൺസിനെ കുറിച്ചാണ്. ഒന്ന് റിയൽമി 15 പ്രോ, പുതിയ ഇറങ്ങിയ റിയൽമി 15 പ്രോ നമ്മുടെ, പിന്നെ മോട്ടോ എഡ്ജ് 60 പ്രോ ആയിട്ട് കമ്പാരിസൺ ആണ്. എഡ്ജ് 60 പ്രോ നല്ലൊരു സെല്ലറാണ് പ്രൈസ് റേഞ്ചിൽ വരുമ്പോൾ, കുറെ സ്പെക്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. സോ പുതിയതായിട്ട് വരുന്ന റിയൽമി 15 പ്രോ എങ്ങനെ ഇതായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് നോക്കാം. ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഡിസൈൻ നമുക്ക് പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ്. റിയൽമിയുടെ ഡിസൈൻ നമ്മൾ നോക്കുവാണെങ്കിൽ എനിക്ക് വലിയൊരു ഇംപ്രസീവ് ആയിട്ടുള്ള ഡിസൈൻ തോന്നിയിട്ടില്ല. ഒരു എന്താ പറയാ, അവരുടെ കുറച്ച് നാളായിട്ട് ഇപ്പൊ കഴിഞ്ഞ ജനറേഷൻ 14 പ്രോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്കൊരു ഒരു സ്പെഷ്യൽ ഫീൽ ഒന്നും ഇല്ല ആ ഫോണിന്. ടിപ്പിക്കൽ റിയൽമി സ്മാർട്ട് ഫോൺ പോലെ ഇരിക്കുന്നത്. പക്ഷെ 14 പ്രോ ആണ് ഇച്ചിരി ബെറ്റർ ഡിസൈനിന്റെ കാര്യത്തിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ റിയൽമി 15 പ്രോന്റെ സ്പെക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 7.69 mm ആണ് തിക്നെസ് വരുന്നത്. 187 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. വീഗൻ ലെതർ ബാക്ക് ആണ്, പ്ലാസ്റ്റിക് ഫ്രെയിം, IP6869 റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ മിലിറ്ററി സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ എഡ്ജ് 60 പ്രോ നമ്മൾ നോക്കുവാണെങ്കിൽ 8.2 mm ആണ് തിക്നെസ് വരുന്നത്. നമ്മുടെ എഡ്ജ് 60 പ്രോ, എഡ്ജ് 60 ഫ്യൂഷൻ അങ്ങനത്തെ ഒക്കെ ഓരോ സെയിം ഡിസൈനാണ് ഫോളോ ചെയ്യുന്നത്. കുറച്ച് നാളായിട്ട് ഇപ്പോൾ മോട്ടോ ഓരോ സെയിം ഡിസൈൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. 186 ഗ്രാം വെയിറ്റ്, വീഗൻ ലെതർ ബാക്ക്, പ്ലാസ്റ്റിക് ഫ്രെയിം, IP6869 റേറ്റിംഗ് ആണ് വരുന്നത്. പിന്നെ മിലിറ്ററി സ്റ്റാൻഡേർഡ് 8 സർട്ടിഫിക്കേഷൻ. പക്ഷേ ഇൻ ഹാൻഡ് ഫീൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് മോട്ടോ 860 പ്രോയിലാണ്. അതിന്റെ വീഗൻ ലെതറിന്റെ ക്വാളിറ്റി ഇച്ചിരി ബെറ്റർ ആയിട്ട് നിൽക്കുന്നു. ഓരോ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് എല്ലാവരും പറയുന്നത് പറഞ്ഞാൽ റിയൽമി 15 പ്രോയുടെ വീഗൻ ലെതർ ബാക്ക് നോക്കുവാണെങ്കിൽ ഇച്ചിരി പ്ലാസ്റ്റിക് ഫീൽ ആണെന്ന് പറയുന്നത്. ഒരു ചീപ്പ് ഫീൽ തോന്നുന്നുണ്ട്. അതേസമയം മോട്ടോ 860 പ്രോ നല്ലൊരു ഫീൽ തരുന്നുണ്ട് നമ്മുടെ വീഗൻ ലെതർ ബാക്ക് വെച്ച് നോക്കുവാണെങ്കിൽ. പിന്നെ ഇച്ചിരി വീതി കുറഞ്ഞ സ്മാർട്ട് ഫോൺ ആണ്. സോ ഇൻ ഹാൻഡ് ഫീൽ ഇച്ചിരി ബെറ്റർ ആയിരിക്കും. വൺ ഹാൻഡ് യൂസേജ് ഇച്ചിരി ബെറ്റർ ആയിരിക്കും. വൺ ഹാൻഡ് യൂസേജ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ വിരലിൽ മേളിലൊന്നും നിർത്തത്തില്ല, ഫുൾ സ്ക്രീനിലൊന്നും നിർത്തത്തില്ല, കാരണം വലിയ ഡിസ്പ്ലേ ആയാലും. അപ്പോൾ എന്നാലും കയ്യിൽ പിടിക്കാൻ ഇച്ചിരി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് മോട്ടോ 860 പ്രോ തന്നെയാണ്. ഡിസ്പ്ലേ നമ്മൾ നോക്കുവാണെങ്കിൽ റിയൽമി 15 പ്രോയിൽ ഒരു 6.8 ഇഞ്ചിന് ഒരു കർവ്ഡ് 1.5K 144 Hz 10-bit AMOLED പാനലാണ് വരുന്നത്. 1800 നിറ്റ്സ് ആണ് ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ വരുന്നത്. 6500 നിറ്റ്സ് പീക്ക്. 6500 നിറ്റ്സിൽ നിന്ന് എവിടെയെങ്കിലും ഒരു ചെറിയ ഭാഗത്ത് കണ്ട് 6500 നിറ്റ്സ് ഒക്കെ ഫുൾ സ്ക്രീനൊക്കെ വന്നാൽ കണ്ണൊക്കെ അടിച്ചു പോകും. പിന്നെ കണ്ണ് ഉപയോഗിക്കേണ്ടി വരില്ല. പിന്നെ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4608 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് ആണ് വരുന്നത്. പിന്നെ ഗോറില്ല ഗ്ലാസ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഏത് വേരിയന്റ് എനിക്ക് അറിയില്ല. മിക്കവാറും ഗോറില്ല ഗ്ലാസ് 7i ആവാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ സ്പെക്ക് കൊടുത്തിട്ടുണ്ട് റിയൽമി. അതേസമയം മോട്ടോ എഡ്ജ് 60 പ്രോയിലാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ ഒരു കർവ്ഡ് 1.5K 120 Hz 10-bit POL ഡിസ്പ്ലേ ആണ് വരുന്നത്. 1400 നിറ്റ്സ് ആണ് HBM മോഡൽ വരുന്നത്. 4500 നിറ്റ്സ് ആണ് നമുക്ക് HDR ബ്രൈറ്റ്നസ് വരുന്നത്. പിന്നെ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 720 Hz PWM ഡിമ്മിംഗ് വരുന്നുള്ളൂ. ഗോറില്ല ഗ്ലാസ് 7i ആണ് പ്രൊട്ടക്ഷൻ വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ. സോ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ് എഡ്ജ് നമുക്ക് റിയൽമി 15 പ്രോയിൽ തന്നെ കൊടുക്കാം. സോ ബെറ്റർ ഡിസ്പ്ലേ വരുന്നത് റിയൽമി 15 പ്രോയിലാണ് വരുന്നത്. ഓഡിയോയുടെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് മോട്ടോ 860 പ്രോയിലാണ്. കാരണം വെച്ചിട്ട് ബേസ് റെസ്പോൺസും കാര്യങ്ങളും ഓവറോൾ ഒരു ഓഡിയോ എക്സ്പീരിയൻസ് ഇച്ചിരി ബെറ്റർ നമുക്ക് മോട്ടോ 860 പ്രോയിലാണ്. രണ്ടിലും ഡുവൽ സീരീസ് സ്പീക്കേഴ്സ് ആണ് വരുന്നത്. രണ്ടിലും ഹെഡ്ഫോൺ ജാക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ മോട്ടോ 860 പ്രോയിൽ നമുക്ക് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇച്ചിരി ബെറ്റർ സൗണ്ടിങ് നമുക്ക് മോട്ടോ 860 പ്രോയിൽ വരും. സോ അതുകൊണ്ട് തന്നെ ഇച്ചിരി ബെറ്റർ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് മോട്ടോ 860 പ്രോയിൽ കിട്ടും. നമ്മളിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ റിയൽമി 15 പ്രോയിൽ നമുക്ക് പുതിയതായിട്ട് ഇറങ്ങിയ സ്നാപ്ഡ്രാഗൺ 7 Gen 4 ആണ് വരുന്നത്. 4nm പ്രോസറാണ്. സ്പെക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ LPDDR4X റാമും UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്. അതേസമയം മോട്ടോ 860 പ്രോയിലാണെങ്കിൽ നമ്മുടെ MediaTek Dimensity 8350 ആണ് വരുന്നത്. സ്പെക്ക് ആണ് കൊടുത്തിട്ടുണ്ട്. LPDDR5X റാമും UFS 4.0 സ്റ്റോറേജ് ആണ്. ഇവിടെ നമുക്ക് റിയൽമി പ്രൈസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് LPDDR4X റാമാണ് ഉപയോഗിക്കുന്നത്, പിന്നെ UFS 3.1 ആണ്. അതേസമയം മോട്ടോയിൽ LPDDR5X റാമും UFS 4.0 സ്റ്റോറേജ് ആണ് വരുന്നത്. പെർഫോമൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് മോട്ടോയിൽ തന്നെയാണ്. മോർ ഫാസ്റ്റർ, മോർ പവർഫുൾ ചിപ്സെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു സ്കോർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് റിയൽമി 15 പ്രോയിൽ ഒരു 10,70,285 ആണ് ടോട്ടൽ സ്കോർ. CPU 3,03,508, GPU 3,24,264 അതേസമയം മോട്ടോ 860 പ്രോയിലാണെങ്കിൽ 13,76,666 ടോട്ടൽ സ്കോർ. CPU 2,71,908. സോ CPU ഇച്ചിരി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ 7 Gen 4ലാണ്. GPU വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ചാൻസും ഇല്ല. നമ്മുടെ മോട്ടോ 860 Pro അല്ലെങ്കിൽ MediaTek Dimensity 8350 ഫാസ്റ്റർ ആണ്. കാരണം GPU സ്കോർ വരുന്നത് 8th Gen അത്രയും പെർഫോമൻസ് വരുന്നുണ്ട്. 5,31,997 ആണ്. സോ ഗെയിമിംഗ് ഇച്ചിരി ബെറ്റർ നമുക്ക് മോട്ടോ 860 Proയിൽ ആണ്. പിന്നെ മോട്ടോ 860 Proയിൽ നമുക്ക് 120 FPS ഗെയിമിംഗ് അവൈലബിൾ ആണ് BGMI.
പിന്നെ OS നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ റിയൽമി 15 പ്രോയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ റിയൽമി UI 6.0 ആണ്. ആൻഡ്രോയിഡ് 15 ഔട്ട് ഓഫ് ദ ബോക്സ്. 2 വർഷമാണ് അപ്ഡേറ്റ്, 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഒരു ടിപ്പിക്കൽ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ പോലെയാണ്. പക്ഷേ ഇതിന്റെ പ്രൈസ് വെച്ച് നോക്കാൻ ബഡ്ജറ്റ് ആയിട്ട് നമുക്ക് തോന്നൂല. അങ്ങനെയാണ്. കാരണം റിയൽമി പണ്ടത്തെ റിയൽമി 2 പ്രോ 3 പ്രോ ഒക്കെ ഇറങ്ങിയപ്പോൾ നമുക്ക് 16,000 18,000 ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഇറങ്ങി 35 വരെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് 2 വർഷമാണ് അപ്ഡേറ്റ് കൊടുക്കുന്നുള്ളൂ. എന്ത് മാങ്ങാത്തിലാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് മോട്ടോ ആണെങ്കിൽ ഹൈലോ UI ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 15 ഔട്ട് ഓഫ് ദ ബോക്സ് ക്ലീൻ UI ആണ്. 3 വർഷമാണ് അപ്ഡേറ്റ്, 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. UI വെച്ച് നോക്കുവാണെങ്കിൽ ബ്രോഡ്ബാൻഡ്സും കാര്യങ്ങളും ഇഷ്ടം പോലെ റിയൽമിയിലുണ്ട്. അതൊക്കെ ഒന്ന് മെനക്കെട്ട് ക്ലീൻ ആക്കേണ്ടി വരും. അതേസമയം മോട്ടോയിലാണെങ്കിൽ ക്ലീൻ UI ആണ്. ചെറിയ സ്റ്റട്ടറിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മോട്ടോയിൽ. അത് നേരത്തെ ഉണ്ട്. ക്യാമറ ആപ്ലിക്കേഷൻ നേരത്തെ സ്റ്റട്ടറിങ് ഒക്കെ ഉള്ളതാണ് റിയൽമി അല്ല മോട്ടോയിൽ. അതൊന്ന് ഒപ്റ്റിമൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് മോട്ടോയിൽ. ശരി, ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് റിയൽമി നല്ലൊരു ഡൗൺഗ്രേഡ് വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വെച്ച് നോക്കുവാണെങ്കിൽ. കാരണം ഇവിടെ ആകെ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ടെലിഫോട്ടോയോ അല്ലെങ്കിൽ പെരിസ്കോപ്പോ ഒന്നുമില്ല. 2 ക്യാമറ, ഒരു മെയിനും പിന്നെ ഒരു അൾട്രാവൈഡ് ആണ് വരുന്നത്. പ്രൈമറി നമുക്കൊരു 50 മെഗാ പിക്സലിന്റെ സോണി IMX 896 സെൻസറാണ്. f1.8 ആപ്പച്ചർ ആണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 60 FPS ആണ് മാക്സ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല കേബിൾ ആയിട്ടുള്ള സെൻസർ തന്നെയാണ്. 1/1.56 ഇഞ്ച് സെൻസറാണ് വരുന്നത്. അത്യാവശ്യം നല്ല എന്താ പറയുക, ലോ ലൈറ്റിലായാലും മോസ്റ്റ്ലി എല്ലായിടത്തും നല്ല പെർഫോം ചെയ്യുന്ന ഒരു ക്യാമറ തന്നെയാണ്. പിന്നെ സെക്കൻഡറി നമുക്ക് 50 മെഗാ പിക്സൽ f2.0 അൾട്രാവൈഡ് ആണ് വരുന്നത്. 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. നല്ല കാര്യം തന്നെയാണ്. അൾട്രാവൈഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ട് നേരത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷേ നമുക്കിവിടെ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ഒക്കെ പോയി. ഇപ്പൊ കൂടുതൽ ആൾക്കാർ ടെലിഫോട്ടോ പെരിസ്കോപ്പ് ലെൻസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കൂടുതൽ പോർട്രേറ്റ് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കാനാണ്. അത് കളഞ്ഞ് കുളിച്ചിട്ട് അൾട്രാവൈഡിൽ ഹൈ റെസൊല്യൂഷൻ കൊണ്ട് വെച്ചേക്കുവാണ്. ശരിക്കും പറഞ്ഞ ഇവരൊരു ഞാൻ പറയുന്നത് ഒരു 12 മെഗാ പിക്സലിന്റെ ഒരു 2x അല്ലെങ്കിൽ 3x ടെലിഫോട്ടോ എങ്കിലും കൊടുക്കാറുണ്ട്. കാരണം ഇത്രയും പ്രൈസ് നമ്മൾ പേ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് സെൽഫി ക്യാമറ ആയിരുന്നു പറയുകയാണെങ്കിൽ 50 മെഗാ പിക്സൽ f2.4 സെൽഫിയാണ്. 4K 60 FPS അവിടെയും കിട്ടുന്നുണ്ട്. മോട്ടോയിലാണെങ്കിൽ ഒരു ഓൾറൗണ്ട് സെറ്റപ്പ് ആണ്. മോട്ടോയിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. പ്രൈമറി 50 മെഗാ പിക്സൽ f1.8 ആപ്പച്ചർ LYT 700C ആണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡറി ഒരു 10 മെഗാ പിക്സൽ f2.0 3x ടെലിഫോട്ടോ. മോട്ടോയിൽ എപ്പോഴും വരുന്ന സെൻസറാണിത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 30 FPS. പിന്നെ 50 മെഗാ പിക്സൽ f2.0 അൾട്രാവൈഡ് വരുന്നുണ്ട്. 4K 30 FPS. പിന്നെ 50 മെഗാ പിക്സൽ f2.0 സെൽഫി 4K 30 FPS. സോ മോട്ടോ ഇച്ചിരി ഒരു ഓൾറൗണ്ട് പാക്കേജ് ആണ്. കാരണം നമുക്ക് എല്ലാ പെർസ്പെക്റ്റീവിലും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും, വീഡിയോസ് എടുക്കാനും പറ്റും. നമുക്ക് പ്രൈമറി അത്യാവശ്യം നല്ല സെൻസർ തന്നെയാണ്. ഇതും 1/1.56 ഇഞ്ച് സെൻസർ തന്നെയാണ് വരുന്നത്. ക്വാളിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല സെൻസറാണ്. നമുക്ക് പോർട്രേറ്റ് ആണെങ്കിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 3x ടെലിഫോട്ടോ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു പോർട്രേറ്റ് വീഡിയോസും ഫോട്ടോസും നമുക്ക് എടുക്കാൻ പറ്റും. സോ ക്യാമറ ഞാൻ എഡ്ജ് മോട്ടോയ്ക്കാണ് കൊടുക്കത്തുള്ളൂ. കാരണം ഓൾറൗണ്ട് പാക്കേജ് നമുക്ക് കിട്ടുന്നുണ്ട് തന്നെ. കാരണം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അത്യാവശ്യം സ്പെക്ക് കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ നോക്കുവാണെങ്കിൽ റിയൽമി 15 പ്രോയിൽ നമുക്കൊരു 7000 mAh ബാറ്ററിയാണ് വരുന്നത്. ഇത് സിലിക്കൺ കാർബൺ ബാറ്ററി അല്ല, ലിഥിയം അയോൺ ബാറ്ററിയാണ്. 80 വാട്ട് ചാർജിങ് വരുന്നുണ്ട്. ബോക്സിൽ കിട്ടും. 0 to 100% 1 മണിക്കൂർ ഉണ്ടാവും. അതേസമയം മോട്ടോയിലാണെങ്കിൽ ഒരു 6000 mAh സിലിക്കൺ കാർബൺ ബാറ്ററിയാണ്. 90 വാട്ട് വയർഡ് ചാർജിങ് ആണ്. അതിൽ ബോക്സിൽ ചാർജർ കിട്ടും. 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും നമുക്ക് 5 വാട്ടിന്റെ റിവേഴ്സ് ചാർജിങ് വരുന്നുണ്ട് വയർഡ് ആയിട്ട്. 0 to 100% ഒരു 50 മിനിറ്റ് ഉണ്ടാവും. സോ ബാറ്ററി നമ്മൾ നോക്കുവാണെങ്കിൽ ഇച്ചിരി ബെറ്റർ ബാറ്ററി ബാക്കപ്പ് നമുക്ക് റിയൽമിയിലായിരിക്കും കിട്ടാൻ പോകുന്നത്. കാരണം ചിപ്സെറ്റ് അത്ര പവർഫുൾ അല്ല. നമ്മുടെ മോട്ടോ എഡ്ജ് 60 പ്രോയുടെ അത്രയും പവർഫുൾ അല്ല. അതുകൊണ്ട് ഇച്ചിരി എഫിഷ്യന്റ് ആണ്. പിന്നെ ബാറ്ററിയുടെ സൈസും കൂടുതലാണ്. നെക്സ്റ്റ് നമ്മൾ കണക്ടിവിറ്റി നമ്മൾ പറയുകയാണെങ്കിൽ റിയൽമി 15 പ്രോയിൽ 9 5G ബാൻഡാണ് വരുന്നത്. Wi-Fi 6, Bluetooth 5.4, USB Type-C 2.0, IR ബ്ലാസ്റ്റർ. അതേസമയം മോട്ടോ എഡ്ജ് 60 പ്രോയിലാണെങ്കിൽ 14 5G ബാൻഡ്, Wi-Fi 6E, Bluetooth 5.4, NFC, USB Type-C 2.0. കണക്ടിവിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ട് എടുക്കുന്ന മോട്ടോ തന്നെയാണ്. പ്രൈസ് ഇതാണ് മെയിൻ സാധനം. പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റിയൽമി 15 പ്രോയുടെ പ്രൈസ് ഞാൻ എത്തിച്ചേരാം. 4 വേരിയന്റ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ 8GB 128 ആണ്. 128 കൊടുക്കുന്നുണ്ട് ഈ പ്രൈസ് റേഞ്ചിൽ. 32,000 രൂപയാണ് പ്രൈസ് വരുന്നത്. രണ്ടാമത്തത് 8GB 256 34,000 രൂപയും, 12GB 256 36,000 രൂപയും, 12GB 512 39,000 രൂപയാണ്. 40,000 രൂപ വരെ എത്തി ഫോൺ ഇപ്പോൾ. ഏറ്റവും ടോപ്പ് വേരിയന്റ്. ആ സ്ഥലത്ത് നമുക്ക് ഓപ്പോ റെനോ 14 കിട്ടും. അതേസമയം മോട്ടോ എഡ്ജ് 60 പ്രോയിലാണെങ്കിൽ ബേസ് വേരിയന്റ് 8GB 256 ആണ്. 256 നമുക്ക് ബേസ് സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. 30,000 രൂപ വില ഉള്ളൂ.
സെക്കൻഡ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ ആകെ 3 വേരിയന്റ് ഉള്ളൂ. അതിൽ സെക്കൻഡ് വേരിയന്റ് എന്ന് പറഞ്ഞാൽ 12 GB 256 34,000 രൂപ. കാരണം റിയൽമി 15 പ്രോയുടെ 8 GB 256 പ്രൈസേ ഉള്ളൂ. മോട്ടോ H60 പ്രോയുടെ 12 GB 256 34,000 രൂപയ്ക്ക് എടുക്കുവാണെങ്കിൽ ആ വേരിയന്റ് എടുക്കാനായിരിക്കും ഇച്ചിരി നല്ലത്. കാരണം 12 GB എങ്കിലും വേണം. ഇപ്പോൾ 8 GB വേറെ മിനിമം ആണ്. കാരണം ക്യാമറയും അങ്ങനെ കാര്യങ്ങളൊക്കെ, ക്യാമറ ഒക്കെ വളരെ റാം കൂടുതൽ വലിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഗെയിമിന്റെ കാര്യത്തിൽ പറയണ്ട, കുറെ റാം വലിക്കും. പിന്നെ 12 GB ഒരു സ്വീറ്റ് സ്പോട്ടാണ് ശരിക്കും. പിന്നെ ഒരു വേരിയന്റ് എന്ന് പറഞ്ഞാൽ 16 GB 512 ആണ്. അതിന് 38,000 രൂപ വില വരുന്നത്. നമുക്കറിയാം, നമുക്ക് റാം കൂടുതൽ കിട്ടുന്നുണ്ട്, സ്റ്റോറേജും കൂടുതൽ കിട്ടുന്നുണ്ട്, ചീപ്പറാണ്. സോ ഒബിയസ്ലി മോട്ടോ തന്നെയാണ് പ്രൈസിംഗിലും ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഹൂസ് ബെറ്റർ എന്ന് നമുക്ക് ചോദിക്കാം, എന്തൊക്കെ കാര്യത്തിലാണ് ബെറ്റർ നോക്കാം. എനിക്ക് റിയൽമിയിലാകെ 2 കാര്യങ്ങളെ ബെറ്റർ ആയിട്ട് തോന്നിയുള്ളൂ. ഒന്ന് ബെറ്റർ ഡിസ്പ്ലേ, 140 Hz റിഫ്രഷ് റേറ്റ്, ബ്രൈറ്റർ ഡിസ്പ്ലേ എന്നൊക്കെ പറയാം. പിന്നെ ലാർജർ ബാറ്ററി, 7000 mAh ബാറ്ററി, ബാറ്ററി ബാക്ക് ബെറ്റർ ആയിരിക്കും. മോട്ടോയിലാണെങ്കിൽ ബെറ്റർ ബിൽഡ് വരുന്നുണ്ട്, ഇൻഹാൻസ് ഫീൽഡിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ബെറ്റർ പെർഫോമൻസ് വരുന്നുണ്ട്, ഓവറോൾ ബെറ്റർ ക്യാമറ വരുന്നുണ്ട്, പിന്നെ ബെറ്റർ UI ആണ് വരുന്നത്, സോഫ്റ്റ്വെയർ സപ്പോർട്ടും ബെറ്റർ ആണ്, പിന്നെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, NFC വരുന്നുണ്ട്, ചീപ്പറാണ്, ബെറ്റർ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സോ ഒബിയസ്ലി എന്റെ ചോയ്സ് മോട്ടോയിലോട്ട് പോണത് തന്നെയായിരിക്കും. സോ റിയൽമി എന്തിനാണ് ഇങ്ങനെ ഒരു ഫോൺ ഇറക്കിയെന്ന് എനിക്കറിയില്ല. ഈ ഫോണിന് ശരിക്കും ഒരു പ്രൈസ് ഞാൻ പറഞ്ഞു തരുവാണെങ്കിൽ 26 to 30K വരെ മാത്രമേ ഈ ഫോൺ വരാവുള്ളൂ. അതിനുള്ള സ്പെക്ക് ഇതിനുള്ളൂ. അല്ലാണ്ട് 32 സ്റ്റാർട്ട് ചെയ്ത് 40,000 നിന്ന് എത്തേണ്ട സ്പെക്കും കാര്യങ്ങളൊന്നും ഈ സ്മാർട്ട് ഫോൺ ഇല്ല. 40,000 എത്തുമ്പോൾ ചിപ്സെറ്റ് ഒക്കെ മാറേണ്ടതാണ്, 8s Gen 4 ഒക്കെ കിട്ടേണ്ടതാണ്. ആ പ്രൈസിന്റെ വെച്ച് നോക്കുകയാണ് ഇത് ഫോൺ ഞാൻ പറയുകയാണ് സ്കിപ്പ് ചെയ്യുന്നത്, നേരെ സ്കിപ്പ് ചെയ്യുക. വേറെ മറ്റ് സ്മാർട്ട് ഫോൺസ് ഉണ്ട്. പെർഫോമൻസ് ഓറിയന്റഡ് ആണെങ്കിൽ പോക്കോ F7 ഉണ്ട്, ഓവറോൾ ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ മോട്ടോ H60 Pro ഉണ്ട്, പിന്നെ നമ്മുടെ നത്തിങ് ഫോൺ 3A Pro വരുന്നുണ്ട്, പിന്നെ നമുക്ക് OnePlusന്റെ പുതിയതായിട്ട് നോഡ് 5 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അതിട്ട് പോകണമായിരിക്കും ബെറ്റർ. എനിക്ക് വലിയ ഇംപ്രസീവ് ആയിട്ട് തോന്നിയിട്ടൊന്നുമില്ല റിയൽമി 15 Pro. സോ ഗൈസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.